ഹേ ഗൈസ്, പൊളിക്കാനും പൊളിച്ചെടുക്കാനും MK പുതിയ വീഡിയോയിലേക്ക് എല്ലാ ചങ്ങമച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാർ മോഷ്ടിച്ചിരുന്നു ഗൈസ്. ആ കാർ വിറ്റിട്ട് 10 മില്യണോളം പൈസ കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജപ്തിയായ വീട് തിരിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ജപ്തിയാക്കിയ ആളടുത്ത് പോകണം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീട് ജപ്തിയാക്കിയ അയാൾ കുറച്ച് നാട്ടുകാരോട് അന്വേഷിച്ച് തരാമ്പോൾ പറഞ്ഞത് അയാൾ ജിമ്മിൽ പോകുന്ന പരിപാടി ഉണ്ടെന്നാണ്. അപ്പോൾ ഗൈസ്, അയാൾ എപ്പോഴും 11 മണിയാകുമ്പോൾ ബോക്സിങ് എടുത്ത് പോയിട്ട് ബോക്സിങ് പ്രാക്ടീസ് ആക്കുകയാണ് ഗൈസ്, എപ്പോഴത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അയാളുടെ അടുത്ത് നിന്ന് ചാവി ചോദിക്കണം നമ്മളെ വീടിൻ്റെ ജപ്തിയേക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ബോക്സിങ്ങിൻ്റെ സ്ഥലത്ത് പോയി കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ തൽക്കാലത്തൊക്കെ ഒരു ബൈക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ ഗൈസ്, ഏകദേശം 11 മണിയായി. അയാളുടെ അടുത്ത് ചോദിക്കേണ്ട തക്ക സമയമാണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ്, നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് അയാളോട് ചാവി ചോദിക്കണം. അയാൾ തരാൻ പറ്റില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞെങ്കിൽ തോക്ക് ചൂണ്ടിയെങ്കിൽ എന്തായാലും അയാൾ തരും. നമുക്കൊക്കെ സുഖം തന്നെ, നീ തല്ലോണ്ട് ചാവണ്ട, ഇറങ്ങിക്കാടുന്നു. ഏട്ടാ സുഖന്യ എന്താ നിക്ക് ഇവിടെ കാരണം നിന്റെ പോരെല്ലാം ജപ്തിയാക്കി അത് ചോദിക്കാൻ വന്നയാ? അത് ഞാൻ ചോദിക്കാൻ വന്ന തന്നെ. എടുക്ക് ചാവി, ഇല്ലെങ്കിലേ നീ എത്ര ചോദിച്ചെങ്കോ ഞാൻ തരില്ല. തരില്ലേ? എൻ്റെ വീട് കിശിലൊരു സാധനം ഉണ്ടല്ലോ. എന്താ നീ പേരത്തുനിന്ന് എന്തോ സാധനം ഇവിടെ ഉണ്ട്. എന്നാ മര്യാദക്കൻ്റെ ചാവിതാ, ഇല്ലെങ്കിൽ നിന്റെ തല ചിതറും, മനസ്സിലായ നാറി? ഞാൻ നിന്റെ ചാവി തരാം, അതിന് മുന്നേ ഞാൻ പറയുന്നത് കേക്ക്. പറയളവേ പറഞ്ഞു തൊലിക്ക്. നിങ്ങൾ പൊന്റെ മുറ്റത്ത് അയൽവാസിന്റെ കയ്യിൽ ഞാൻ ചാവി കൊടുത്തിനെ. അവന്റെ പേരെന്താ? സീജ. ഇങ്ങനെ ഉദ്യോഗസ്ഥനെ റാന്ന് വിളിക്കുന്നത് തെറ്റല്ലേ? അതൊന്നും നമുക്ക് ഒരു തെറ്റല്ല, നീ പറ. ജോൺസൺ, സുമേഷ്. ഞാനവിടെ പോന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ബെടി പൊട്ടിച്ചിങ്ങനെ പൊടിയാക്കും. ഇതിന് ആദ്യം വരും ഞാൻ ഇങ്ങനെ വെടി വെക്കാൻ, മനസ്സിലായ? അപ്പോൾ ഗൈസ്, നമ്മളോട് ഇയാൾ പറയുന്നത് മറ്റേ സുമേഷ് അങ്ങനത്തെ പേരുള്ള ഒരാളുടെ അടുത്ത് നമ്മളെ ഇപ്പോൾ എൻ്റെ ജപ്തിൻ്റെ കൊടുത്തതിൻ്റെ ചാവി ഉണ്ടെന്നാണ്. അയാൾ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ഇയാളെ അങ്ങനെ പറഞ്ഞത് നമ്മളോട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മളെ പോരിൻ്റെ അടുത്ത് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ പോരിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. വീടേടിയോ അയൽവാസിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇയാളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇയാളുടെ ചോദിക്കാം, നീയാ സുമേഷ്? ഞാൻ സുമേഷ്. എൻ്റെ ഈ ജപ്തിയാക്കുന്ന നല്ല കോൺട്രാക്ടർ നീയല്ലേ? അതെങ്കിൽ ആ ചാവി ഒന്ന് തരണം. ഞാൻ തരില്ലടോ, എനിക്ക് അയാളെ അനുവാദം ഉണ്ട്. എൻ്റെ നമുക്കും എൻ്റെ അനുവാദമുണ്ട്. എന്നാ പൊടി, ഇത് അനുവാദം, മനസ്സിലായ? ഞാൻ ചാവി എൻ്റെ കയ്യിലുണ്ട്. ഇന്ന ചാവി ഗൈസ്, നമ്മൾ ചാവി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇയാൾ ജീവിച്ചിട്ട് കാര്യമില്ല, പിന്നെ ചാവ് എന്നെ കൊന്നേ. അപ്പോൾ ഗൈസ്, 2 മാസത്തിന് ശേഷം നമ്മളെ വീട് നമുക്ക് സ്വന്തമായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കണം ഗൈസ്. നമ്മളെ ബോംബെയിൽ പോയ ഫോട്ടോയിലുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മളെ പഴയ ലൈഫിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്, പഴയ ലൈഫ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്ക് ഈ വീട് കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളെ ഡ്രസ്സ് മാറ്റുന്ന റൂം. ഈ ചോന്നൽ നിന്നാൽ ഞാൻ ഉള്ളിൽ പോകും ഇങ്ങനെ, മനസ്സിലായ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ സ്വന്തം ബെഡ്റൂം. ഇവിടെയാണ് ഞാൻ എപ്പോഴും ഉറങ്ങുന്നത്. പക്ഷേ 2 മാസത്തോളം ഉറങ്ങാൻ കഴിഞ്ഞിട്ട് ഗൈസ്, 2-1 മാസം ഉണ്ടായിനി ഇങ്ങനെ പിച്ച എടുത്തിട്ട്. ആ ദിവസം എൻ്റെ കട്ടിൽ കിടക്കാൻ കഴിഞ്ഞില്ല ഗൈസ്, ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ സ്റ്റെപ്പിൽ പണ്ടത്തെ പരിപാടി എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നത്തെ നമ്മൾ ദിവസത്തിൻ്റെ ഓർമ്മ ഈ ഫോട്ടോയിലൂടെ എടുക്കാൻ പോവുകയാണ് ഗൈസ്. കുടിഞ്ഞിരുന്ന് എടുക്കാം. എവിടെ സ്മൈൽ? എന്താടോ നീ പറയും പോലെ എന്നെ സ്മൈലൊക്കെ? ഞാനെന്ത് മനസ്സനാ? തനിക്ക് ഉളുപ്പുണ്ടോടോ കള്ളക്കാടും കയറി മോനെ? ഇത്രക്ക് ചീത്ത വേണോ വീട് ഗൈസ്? അപ്പോൾ ആ വീട് പറയുന്നതൊന്നും കാര്യമാക്കണ്ട, കുറച്ച് കോമഡി പറയുന്ന വീടാണ് അത്. പണ്ടേ ഞാൻ എൻ്റെ കന്നല്ല താമസിച്ചോണ്ടേ, ഞാൻ അതിൻ്റെയൊക്കെ അല്ല താമസിച്ചോണ്ടേ. വാക്കിന് ചെറിയൊരു വ്യത്യാസം വരാം, അത് നമ്മളുടെ ആയുധമാണ്. അപ്പോൾ ഗൈസ്, ഇതിനൊരു പ്രതികാരം കൂടിയുണ്ട്. നമുക്ക് നമ്മളെ വീട് പഠിപ്പിച്ചെത്തുന്ന ഒരു ചീത്ത വിളിച്ച് ഒരു ശത്രുവിനെ കൊല്ലാനാണ് ഗൈസ്. ആ ശത്രു കാരനാണ് നമ്മളെ വീട് നമ്മളിൽ നിന്ന് അകന്നു പോയത്.
അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിച്ചെങ്കിൽ നമുക്ക് ഇയാളെ കൊല്ലാൻ കഴിയൂ. ഞാൻ 3 വരെ നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടെങ്കിൽ നമുക്ക് ഇയാളെ കാണാൻ കഴിയൂ. 3, 2, 1 സബ്സ്ക്രൈബ് ഇട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടെന്ന് വിചാരിക്കുന്നു. അതാ നമ്മൾ മുന്നിലുണ്ട് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടതിൻ്റെ മായാജാലം വേണം ഗൈസ് നമ്മൾ ഇപ്പം കണ്ടത്. നീ എന്താ ഇവിടെ കടം കയറി മോനെ. ഇത് ന്യൂസ് സ്റ്റൈൽ ചീത്തയാണല്ലോ. നീ കാറ് പഠിപ്പിച്ചൊന്ന്. അതൊന്നും നീ ചോദിക്കാൻ നടക്കണം. നടക്കുന്നത് നീ അല്ലടാ എൻ്റെ പൊര ജപ്തിക്കാൻ. നിനക്കൊരു ശിക്ഷയുണ്ട്. എന്ത് സീജേ? മുണ്ടാണ്ട് നടന്നോ, ഇല്ലെങ്കിൽ നിന്റെ ആസാനം ഞാൻ വെടി പൊട്ടിച്ച് പൊട്ടിക്കും. സീജ അവരൊന്നും ചെയ്യല്ലേ. നീ എൻ്റെ പൊര ജപ്തിയാക്കി. നീ ഇനി ജീവിച്ചിരിക്കണ്ട. അമ്മച്ചി ഞാൻ കൊറേ നേരമായി പായുന്ന കക്കൂസിൽ പോവാൻ മുട്ടുന്ന്. ഇപ്പളാ ആശ്വാസമായത്. അപ്പോൾ ഗൈസ് അയാൾ കാരണമാണ് നമ്മളെ വീട് ജപ്തിയാവാൻ കാരണം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രതികാരം തീർന്ന് മുന്നത്തെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഉറപ്പായി ഇടുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ സ്റ്റോറി മോഡ് വരുമ്പോഴേക്കും ബൈ.